തിരുസ്നേഹമായി എന്നാഥനരികിലണയുന്ന നേരം ഉള്ളിലാനന്ദമേ സ്നേഹപൂന്തിന്നലേ ഉള്ളിലാനന്ദമേ സ്നേഹപൂന്തിൻ സ്തുതിയായിരിക്കട്ടെ. ദിവ്യകാരുണ്യത്തെ കുറിച്ച് പരിശുദ്ധ ത്രിത്വത്തിന്റെ എലിസബത്ത് എന്താണ് പറഞ്ഞതെന്ന് നിങ്ങൾക്കറിയാമോ? ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോൾ സ്വർഗം മുഴുവൻ ആത്മാവിൽ സംഭവിക്കുന്നവരാണ് നമ്മളെന്ന ഓർമ്മ എത്ര ധന്യം. സ്നേഹമുള്ളവരെ, എൻ്റെ പേര് റയസ് കോനിക്കര. എൻ്റെ വീട്ടിൽ അപ്പൻ, അമ്മ, അമ്മാമ്മ, അനുജത്തി എന്നിവരുണ്ട്. ഞാൻ സെന്റ് പോൾസ് തൈക്കാട്ടുശ്ശേരി ഇടവക അംഗമാണ്. ഈ വരുന്ന മെയ് 25-ാം തീയതി എൻ്റെ ആഘോഷമായ ദിവ്യകാരുണ്യ സ്വീകരണമാണ്. ഏറ്റവും നന്നായി ഒരുങ്ങി ഈശോയെ സ്വീകരിക്കാനും എന്നേക്കും ഈശോയുടെ കൂടി ആയിരിക്കാനും എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അന്നേ ദിവസം കാലത്ത് 10 മണിക്ക് തുടങ്ങുന്ന ദിവ്യബലിയിലും മറ്റു തിരുക്കർമ്മങ്ങളിലും പ്രാർത്ഥിക്കാനും പങ്കെടുക്കാനും ഞാൻ നിങ്ങളെ എല്ലാവരെയും പ്രത്യേകമായി ക്ഷണിക്കുന്നു. നന്ദി. ദിവ്യകാരുണ്യ ഈശോയെ, ഞാൻ എന്നും നിന്റെ സ്വന്തമാണ് ട്ടോ. എന്നെ വിട്ട് നീ എങ്ങും പോകല്ലേ. തിരുവോസ്തിയാ തിരുസ്നേഹമാ എന്നാഥനരികിലണയുന്ന നേരം ഉള്ളിലാനന്ദമേ സ്നേഹപൂന്തിന്നലേ ഉള്ളിലാനന്ദമേ സ്നേഹപൂന്തിന്നലേ.